സൗദി അറേബ്യയിൽ എന്താണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നവർക്കുള്ള കനത്ത മറുപടിയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് കേട്ടുപഠിച്ച സ്ഥലങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിനുള്ളിലുണ്ടായ ആ അനുഭവം അനുഭവിച്ചറിയുക തന്നെ വേണം. ചില ജോലി തിരക്കുകൾ കാരണം ഈ യാത്രയിൽ പങ്കെടുക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്നെങ്കിലും പിന്നീട് 1-2 സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഈ യാത്രയിൽ കൂടിച്ചേർന്നു. ഈ യാത്ര കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത്, ഈ യാത്ര ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായി മാറുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും പ്രവാചക തിരുമേനിയുടെയും ചരിത്രങ്ങൾ അയവിറക്കുന്ന, ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലൂടെയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. മരുഭൂമിയെ കീറിമുറിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ യാത്ര ഒരുപാട് അനുഭവങ്ങളുടെ, കൗതുകങ്ങളുടെ, ആശ്ചര്യത്തിൻ്റെ യാത്രയായിരുന്നു. നാലു ദിവസത്തെ ഈ യാത്ര ഞങ്ങൾക്കുണ്ടാക്കിയ അറിവിൻ്റെ വാതായനങ്ങൾ എത്രയാണെന്ന് പറഞ്ഞറിയിക്കുക സാധ്യമല്ല. അന്ന് ഞങ്ങളുടെ ഗൈഡായിരുന്ന സായിദ് അമാനി ഉസ്താദിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. തബൂക്കിൻ്റെ തീരങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗദിയിലെ അൽജൗഫിലെ സക്കാക്ക നഗരത്തിലുള്ള സാബൽ കോട്ടയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിന് ഏകദേശം 900 വർഷം പഴക്കം പറയുന്നുണ്ട്. സാബൽ കോട്ടയുടെ താഴ്ഭാഗത്ത് കാണുന്ന വളരെ പഴക്കമാർന്ന വീടുകളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സാബൽ കോട്ടയുടെ ചരിത്രം അമാനി ഉസ്താദ് അന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. സാബൽ കോട്ടയുടെ അടുത്ത് കാണുന്ന സീസറ എന്ന കിണറാണിത്. ഭൂമിക്കടിയിലൂടെ തുരന്നുകൊണ്ട്
താഴ്ഭാഗത്തേക്ക് ജലസേചനം നടത്താൻ ഉപയോഗിച്ചിരുന്ന കിണറായിരുന്നു ഇത്. അൽജൗഫ് ഭാഗത്ത് തന്നെയുള്ള ദുമാത്തൽ ജന്തൽ എന്ന പ്രദേശത്തെ മാരിദ് കോട്ട എന്നറിയപ്പെടുന്ന ഒരു കോട്ടയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇതിനകത്ത് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് മോസ്ക് എന്ന് എഴുതിയ ബോർഡുകൾ കാണാൻ സാധിക്കും. ഇതിനകത്തുകൂടെ നടക്കുമ്പോൾ പ്രവാചക കാലഘട്ടത്തിലെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പാദസ്പർശത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് തികട്ടി വരും. വളരെ ഉറപ്പുള്ള പ്രത്യേകതരം കല്ലുകൾ അടുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോട്ടയുടെ നിർമ്മിതി കാണാൻ മനോഹരമാണ്. കാലപ്പഴക്കം കൊണ്ട് ഇതിൻ്റെ ഒരുപാട് കല്ലുകൾ ഇപ്പോൾ അടർന്നു പോയിട്ടുണ്ടായിരുന്നു. തബൂക്ക് കോട്ടക്കടുത്ത് കാണുന്ന ഒരു പ്രവാചക കാലത്ത് നിർമ്മിച്ച പള്ളി ഇപ്പോൾ പുതുക്കിപ്പണിത നിലയിൽ. ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ബിദ്അയിലെ മ്യൂസിയം. ഷുഐബ് നബിയുടെ സമുദായത്തിലെ ആളുകളെ ഖബറടക്കിയിരുന്ന ഒരുപാട് ഗുഹകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ വിവിധ ഫലകങ്ങളിലായി ഈ മ്യൂസിയത്തിനകത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തബൂക്കിലെ അൽബദ് എന്ന പ്രദേശത്ത് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിലുണ്ടായിരുന്ന ആളുകളെ കബറടക്കിയിരുന്ന ഗുഹകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ നമ്മൾ എത്രയോ വർഷം പിറകിലോട്ട് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ഉറച്ച പാറകളുള്ള പർവ്വതങ്ങൾ തുരന്നിട്ടാണ് ഈ ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളും അവരുടെ ഫാമിലികളുമൊക്കെയായുള്ള ഈ യാത്ര മനസ്സിനകത്ത് ഒരുപാട് കൗതുകമുണർത്തുന്നതായിരുന്നു.
സഅദമാനി ഉസ്താദിൻ്റെ ചരിത്രാവതരണം അന്ന് ഞങ്ങൾക്ക് ഒരുപാട് അറിവ് പകർന്നു തന്നു. മൂസാ നബി അലൈഹിസ്സലാം വെള്ളത്തിനു വേണ്ടി മണ്ണിലേക്കടിച്ചപ്പോൾ ഉറവ പൊട്ടിയുണ്ടായ മരുപ്പച്ച എന്ന് പറയപ്പെടുന്ന പ്രദേശം. ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമെല്ലാം ഉപ്പുവെള്ളമാണെങ്കിലും ഇവിടെയുള്ള വെള്ളം ശുദ്ധജലമായിരുന്നു. കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ ജലം. ഇപ്പോഴും നിലക്കാതെ ആ ഉറവ അവിടെ നിലനിൽക്കുന്നത് ആളുകളിൽ അത്ഭുതമുണർത്തുന്നുണ്ട്. വാദി ത്വയ്യിബ് ഇസ്മിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമുറങ്ങുന്ന മറ്റൊരു പ്രദേശം. ചെങ്കടലിൻ്റെ തീരത്ത് കൂടെയുള്ള ഈ യാത്ര വളരെയധികം ആനന്ദകരമായിരുന്നു. പ്രകൃതിയുടെ കലാവിരുതിൻ്റെ അത്ഭുതങ്ങൾ കാണുന്ന മനോഹരമായൊരു പ്രദേശമാണിത്. ചെങ്കടലിൻ്റെ തീരത്തെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മനോഹരമായ ഒരു പ്രദേശം. വളരെ വൃത്തിയുള്ള കടൽ തീരം. ആളുകൾ ഇറങ്ങിക്കുളിക്കുന്നുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം കടൽ കടന്ന് ഇവിടെ എത്തിയപ്പോൾ മുന്നിലേക്ക് നടക്കാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്ഭുത വടി കൊണ്ട് പർവ്വതം പിളർത്തി വഴിയൊരുക്കി എന്ന് പറയപ്പെടുന്ന വാദി ഇസ്മ. ഈ പർവ്വതം പിളർത്തിയത് മനോഹരമായൊരു കാഴ്ചയാണ്. ഇതിൻ്റെ പിളർപ്പുകൾ പൂർണ്ണമായും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു പഴയ പർവ്വതം പോലെ തന്നെയാവും. നമുക്ക് ഇതിനകത്തുകൂടെ നടക്കുമ്പോൾ അത് വ്യക്തമായും മനസ്സിലാവുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഈ വഴിയിലൂടെ നടക്കുമ്പോൾ വെള്ളത്തിനു വേണ്ടി പർവ്വതത്തിൽ അടിച്ചപ്പോൾ പൊട്ടിയൊലിച്ച നീരുറവ അതിപ്പോഴും നിലക്കാതെ അവിടെ വെള്ളം ലഭിക്കുന്നുണ്ട്. ഒരു മഹാത്ഭുതം തന്നെ. താഴെ നല്ല ഉപ്പുരസമുള്ള കടൽ വെള്ളം, തൊട്ടടുത്ത് ശുദ്ധജലം. അത്ഭുതമല്ലാതെ എന്ത് പറയാൻ. ഞങ്ങൾ ഈ വഴിയിലൂടെ കുറേ ദൂരം മുന്നോട്ട് നടന്നു. പിന്നീട് തിരിച്ചിങ്ങോട്ടും. വളരെ മനസ്സിന് കുളിരേകിയ ഒരു യാത്രയായിരുന്നു അത്. ഞങ്ങൾ അവിടെ വെച്ച് ദമാമിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ കണ്ടു. അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ബൈബിളിലും ഇതേ ചരിത്രം തന്നെയാണ് പറയുന്നത് എന്നാണ്. സൗദി അറേബ്യയിലുള്ളവർ ഒരിക്കലെങ്കിലും വാദി ഇസ്മു ത്വയ്യിബ്
സന്ദർശിക്കണം. മൂസാ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ 2 പെൺമക്കൾക്ക് വെള്ളം കോരിക്കൊടുത്ത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കിണറാണ് ഈ കാണുന്നത്. ആ കിണർ ഇപ്പോഴും അവിടെ വെള്ളമില്ലെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഹാജിമാരുടെ പാദസ്പർശമേറ്റ മനോഹരമായ ഒരു കോട്ട. ഇതിൻ്റെ സമീപത്തുള്ള ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടെ നടക്കുമ്പോൾ ഓർമ്മകൾ വർഷങ്ങളുടെ പിന്നിലേക്ക് പ്രയാണം നടത്തുന്നത് പോലെ. കരിങ്കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ച് പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ. ദൂരെ കടലിൻ്റെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ കാലത്ത് ദൂരെ നിന്ന് വരുന്ന ഹാജിമാർക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്ന ഒരു കോട്ടയാണിത്. തബൂക്കിലാണ് ഈ കോട്ട നിലനിൽക്കുന്നത്. പ്രവാചക തിരുമേനിയും സഹാബികളും യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ വിശ്രമിക്കാൻ കണ്ടെത്തിയ സ്ഥലം. അവിടെയുള്ള ഒരു കിണറാണിപ്പോൾ കാണുന്നത്. അതിൽ ഇപ്പോഴും വെള്ളമുണ്ട്. മദീനയുടെ മനോഹരമായ മണ്ണിൽ മസ്ജിദുൻ നബവിക്കുള്ളിൽ കുട്ടികൾ ഖുർആൻ പാരായണത്തിൽ. എത്ര തവണ പോയാലും കണ്ടാലും മതിവരാത്ത ഭൂമിയിലെ ഒരേ ഒരു സ്വർഗം, അതാണ് മദീന. മദീനയുടെ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിനകത്തുള്ള എല്ലാ ഭാരങ്ങളും
മഞ്ഞുകട്ടകൾ പോലെ അലിഞ്ഞലിഞ്ഞില്ലാതാവും. പ്രവാചകന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിലൂടെ വീണ്ടും വീണ്ടും നടക്കാൻ ഭാഗ്യം നൽകണം എന്നാണ് എപ്പോഴും പ്രാർത്ഥന. മദീനയുടെ മിനാരങ്ങളിൽ നിന്നുയരുന്ന ബാങ്കിൻ്റെ ധ്വനികൾ മനസ്സിനകത്തുണ്ടാക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പൊള്ളുന്ന വെയിലിലും തണുപ്പേകുന്ന വിശാലമായ കുടകൾ ചൂട് കൂടുമ്പോൾ ഇത് താനേ തുറക്കുകയും രാത്രിയാകുമ്പോൾ താനേ അടയുകയും ചെയ്യും. ചരിത്രത്താളുകളിൽ നമ്മൾ പഠിച്ച ഒരുപാട് സ്ഥലങ്ങളുടെ നേരിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലുണർത്തുന്ന അത്ഭുതത്തിൻ്റെ, ആശ്ചര്യത്തിൻ്റെ അനുഭവങ്ങൾ എന്തായിരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ഒരിക്കൽ കൂടി ഈ ഭൂമിയിലൂടെ നടക്കണം, ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണം. വീണ്ടും മനസ്സിനുള്ളിലേക്ക് പഴയകാല ഓർമ്മകളും യാത്രകളും അയവിറക്കണം. അന്നത്തെ ഞങ്ങളുടെ യാത്ര മനോഹരമാക്കിയ ഒരുപാട് മുഖങ്ങൾ മനസ്സിലിപ്പോഴും അവയെല്ലാം തികട്ടി വരുന്നുണ്ട്. പുതിയ യാത്രകളുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ